ദീപക് ഷിംജിത ഇഷ്യൂവിൽ സംസാരിച്ച പല മഹാന്മാരെ മഹതികളൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്ത് ഈ കാര്യത്തിലൊന്നും പലവരും വായടഞ്ഞു പോയോ? അതെന്ത് വല്ല പേടിയുണ്ടോ? സർക്കാരിനെതിരെ സംസാരിക്കാൻ വല്ല പേടിയുണ്ടോ? എന്തൊക്കെ പുകിലായിരുന്നു അവളെ ജയിലിലടക്കണം, അവളെ കൊല്ലണം, അവളെ ചത്ത് കാണാൻ ആൾക്കൊക്കെ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ദീപകിന്റെ ഇഷ്യൂല് സംസാരിച്ച പലവരും ഇവിടെ ഒരു സംഭവം കാണുന്നില്ല. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ എന്തൊരു വിലയില്ലേ? കഥകളൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം കഥകളൊക്കെ എല്ലാവരും കണ്ടതും കേട്ടതുമാണ്. അതിൻ്റെ ഇടയിൽ ഇന്നലെ ഒരു വേട്ടാവളയും ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റിഫിക്കേഷൻ, ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഇന്ന സെക്കൻഡിന് ആളവിടെ ഇരുന്നു, ഇന്ന സെക്കൻഡിന് ഞാൻ ഗേറ്റ് തുറന്നു, 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി വന്നു, 1 മിനിറ്റൊക്കെ ഞങ്ങൾ നഴ്സുമാരെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് പോലും ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് എമർജൻസി ആയിട്ട് കൊണ്ടുവന്ന അവരൊരു സെക്കൻഡ് പോലും വാല്യൂബിൾ ആണ്. ശ്വാസം കിട്ടാണ്ട് ആ പ്രാക്ക് മനുഷ്യൻ എനിട്ട് ഇങ്ങനെ കഥയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതിന്റെ ഭാര്യ അകത്ത് പോകുന്നുണ്ട്, തിരിച്ചോടി വന്നിട്ട് അയാളെ നെഞ്ച് താഴെ കൊടുക്കുന്നുണ്ട്, വീണ്ടും പോകുന്നുണ്ട്. അവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ ചിലപ്പോൾ ഇല്ലായിരിക്കാം, പക്ഷെ ഒരു CPR കൊടുക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? എന്നിട്ട് ഇതൊന്നും ഇല്ലാണ്ട് അയാളെ മെഡിക്കൽ കോളേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ഒരു ആംബുലൻസിൽ. ഒരു സംഭവങ്ങളും ഒരു അടിസ്ഥാന സംഭവങ്ങളും ഇല്ലാതെ ആ പാവത്തിന്റെ ജീവൻ അതിലൂടെ പൊലിഞ്ഞു പോകണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ 2 മക്കളെ അനാഥരാകുമായിരുന്നു. അനാസ്ഥയല്ലേ? ഇതിനെതിരെ നടപടി എടുക്കണം. ഏതൊക്കെ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്, അതിനെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അവനാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കുക, ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം വരുമ്പോൾ വായ പൂട്ടി മിണ്ടാണ്ടിരിക്കുന്ന പല ആൾക്കാരോട് കൂടിയാട്ടോ എന്റെയും മറുപടി.